ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സബ്ജക്റ്റ് മാനേജിങ് സ്ട്രെസ്സ് എന്നുള്ളതാണല്ലേ. മാനേജിങ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇതിൽ 2 ബ്ലോക്കുകളിലായിട്ട് 8 ചാപ്റ്ററാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. 2 ബ്ലോക്കുകളിലായിട്ട് 8 ചാപ്റ്റർ. ഫസ്റ്റത്തെ ബ്ലോക്കിൽ 4 രണ്ടാമത്തെ ബ്ലോക്കിൽ 4. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ സ്ട്രെസ്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ സ്ട്രെസ്സ് ഏതൊക്കെ ഉറവിടങ്ങൾ, സോഴ്സ് ഓഫ് സ്ട്രെസ്സ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക, അതിൻ്റെ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സോഴ്സുകൾ നമ്മൾ വിശദീകരിക്കും. പിന്നെ സ്ട്രെസ്സിനെ എങ്ങനെയാണ് മെഷർമെൻറ്റ് ചെയ്യുക, സ്ട്രെസ്സിനെ നമ്മൾ മെഷർമെൻറ്റ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒന്ന് സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യും, പിന്നെ നേച്ചർ ഓഫ് സ്ട്രെസ് നമ്മൾ പറയും, പിന്നെ സോഴ്സസ് ഓഫ് സ്ട്രെസ് നമ്മൾ പറയും, പിന്നെ മെഷർമെൻറ്റ് ഓഫ് സ്ട്രെസ്. ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. ക്ലിയർ അല്ലേ? പിന്നെ എൻ്റെ സബ് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. നേച്ചർ ഓഫ് സ്ട്രെസ്സിലൊക്കെ സബ് ടോപ്പിക്കായിട്ടും വരുന്നുണ്ട്. അതും നേച്ചർ ഓഫ് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പറയുന്നത് ഒരു കഥ മോഡൽ, ഒരു സ്റ്റോറി മോഡൽ 3 കാര്യങ്ങൾ പറയും. ഒന്ന് നീരവിൻ്റെത്, മറ്റൊന്ന് സമിന എന്നുള്ള ഒരു സിസ്റ്ററുടെ കഥ, ഒരു ഗേളിൻ്റെ കഥ, മറ്റൊന്ന് രവി എന്ന ഒരാളുടെ കഥ. ഇങ്ങനെ 3 ആളുടെ സ്റ്റോറി പറയാണ്. അപ്പോൾ ഫസ്റ്റ് നീരവ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റുഡിയസ് ബോയ്, വെരി സ്റ്റുഡിയസ് ബോയ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നീരവ് എന്നുള്ളത്. അദ്ദേഹം നല്ല പഠിച്ച് എന്ത് ചെയ്തു, ഒരു MBA ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു മാനേജറായിട്ട് ജോബ് നേടി. ഒരു കമ്പനിയിൽ മാനേജറായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിൽ മാനേജറായിട്ട് അദ്ദേഹം നീരവ് ജോലി നേടി. സാവധാനം അദ്ദേഹത്തിൻ്റെ വർക്കിങ്ങിനകത്ത് പാരൻസ്, ഫ്രണ്ട്സ് ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ നീരവിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. നീരവിൻ്റെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. മൾട്ടിനാഷണൽ കമ്പനി മാനേജറായി വർക്ക് തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങി. എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാവുക, ദേഷ്യപ്പെടുക, ആംഗ്രി ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട്. പിന്നെ ഈറ്റിങ്ങും സ്ലീപ്പിങ്ങും ഒന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല, ഭക്ഷണം നേരായ രീതിയിൽ കഴിക്കുന്നില്ല, ശരിയായ രീതിയിൽ ഉറങ്ങുന്നില്ല, അല്ലേ? ഈറ്റിങ്ങും ഇല്ല, സ്ലീപ്പിംഗ് അഡിക്വേറ്റ്, ശരിയായ രീതിയിൽ വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊളീജീസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വർക്കിലുള്ള പെർഫോമൻസിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങി. ഇതാണ് ഫസ്റ്റത്തെ കഥ എന്നുള്ളത്. നീരവ് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ MBA കഴിഞ്ഞു, മൾട്ടിനാഷണൽ കമ്പനീസിൽ ജോലി നേടി. പിന്നെ സാവധാനം അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിലൊക്കെ ചേഞ്ച് വന്നു. ഈവൻ അദ്ദേഹത്തിൻ്റെ വർക്കിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ചേഞ്ച് മാറി. ബിഹേവിയറിൽ ചേഞ്ച് വർക്കിനെ വരെ എഫക്റ്റ് ചെയ്തു നിർത്തും. ഇനി രണ്ടാമത്തെ കഥ എന്നുള്ളത് സെമിന എന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ എൽഡസ്റ്റ് ചൈൽഡ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു സെമിന എന്നുള്ളത്. ഒരു പെൺകുട്ടിയാണ്, ഗേളാണ് സെമിന, SAMINA, സെമിന. അപ്പം അവൾ ഒരു പഠിച്ചിട്ട് ഡോക്ടർ ആവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റുമാണ്, പഠിച്ചിട്ട് അവൾക്ക് ഡോക്ടർ ആവണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നുള്ളത്. പക്ഷെ അവളുടെ മദർ പെട്ടെന്ന് രോഗശയ്യയിലാവും, സിക്കാവും. മദർ ഫെൽ വെരി സിക്ക്. അങ്ങനെ സെമിനയുടെ പഠിത്തങ്ങളൊക്കെ ലീവ് ചെയ്യേണ്ടിയിരുന്നു, ഒഴിവാക്കേണ്ടിയിരുന്നു. കഠിനാധ്വാനം ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം മദറിനെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ സെമിനിൻ്റെ താഴെ 3 സിബ്ലിങ്സും കൂടെ ഉണ്ട്, യങ്ങറായിട്ട്. അപ്പോൾ അവരെ കെയറിങ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് മദർ മരിച്ചു.
അങ്ങനെ മദറിൻ്റെ അത് വലിയൊരു ഷോക്കായി, സെമിനക്ക് വലിയൊരു ഷോക്കായി. പിന്നെ സെമിനക്ക് എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് രോഗങ്ങൾ, ഡോക്ടേഴ്സിന് ഫിസിയോളജിക്കലി ആയിട്ടൊരു റീസൺസും സെമിയുടെ രോഗത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് സെമി രോഗിയാവുന്നുണ്ട്, പക്ഷേ ഫിസിയോളജിക്കലായിട്ട് ഒരു ഡിസോർഡർ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവളുടെ പഠിത്തത്തിലുള്ള ഇൻട്രസ്റ്റൊക്കെ ഇല്ലാതായിപ്പോയി, നഷ്ടപ്പെട്ടു, ലോസ്റ്റായി. പിന്നെ ഈവൻ എക്സാമിൽ അപ്പിയർ ചെയ്യാൻ വരെ എന്ത് ചെയ്തു, മറന്നുപോയി. ഇതാണ് സെമിനയുടെ ചരിത്രം. സെമിനയുടെ സ്റ്റോറി എന്നുള്ളത്, സെമിന നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഡോക്ടർ ആവണമെന്ന് കരുതിയിരുന്നു. പക്ഷെ പെട്ടെന്ന് അമ്മക്ക് രോഗമായി. പിന്നെ അപ്പോൾ യങ്ങർ ആയിട്ടുള്ള സിബ്ലിങ്സിനെ ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നു, അമ്മയെ നോക്കേണ്ടി വന്നു, അമ്മ മരിച്ചു. അതോടുകൂടി എന്തായി, അവൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റേ പോയി. അവസാനം എക്സാമിൽ തന്നെ അപ്പിയർ ചെയ്യാൻ അവർ മറന്നുപോയി. ഇതാണ് സെമിയുടെ സ്റ്റോറി എന്നുള്ളത്. പിന്നെ രവി എന്നുള്ളത് എന്താണ്, സീനിയർ മാനേജർ എന്തായിട്ടാണ്, അദ്ദേഹം മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഈ വർഷം അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തെ സീനിയർ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നു, ഹാർഡ് വർക്കായിരുന്നു. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം സീനിയർ മാനേജർ പ്രൊമോട്ട് ചെയ്യും, തൻ്റെ വർക്കിന് എന്ത് ചെയ്യും, തൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ സുപ്പീരിയർ എന്ത് ചെയ്യും, അതിന് എന്ത് ചെയ്യും, തന്നെ സീനിയർ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ആരൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു ദിവസം എന്ത് ചെയ്തു, പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അനൗൺസ് ചെയ്തു, ആരൊക്കെയാണ് പ്രൊമോഷൻ ലഭിച്ചത് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ടായില്ല, പ്രൊമോഷൻ ചെയ്തിരുന്നില്ല. ഹി വാസ് നോട്ട് പ്രൊമോട്ടഡ്. രവി എന്തായിരുന്നില്ല, പ്രൊമോട്ടഡ് ആയിരുന്നില്ല, പ്രൊമോഷൻ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഫ്രസ്ട്രേഷൻ സംഭവിച്ചു, നിരാശ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്കിനെ സിൻസിയറിറ്റിയൊക്കെ എന്ത് ചെയ്തു, അത് ബാധിച്ചു. അദ്ദേഹത്തിന് തോന്നി തൻ്റെ സിൻസിയർ ആയിട്ടുള്ള വർക്കിനെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം നല്ല സിൻസിയറായ വർക്ക് ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ വരുന്നത്, ഇല്ല? ഏതൊരു ജോബിലാണെങ്കിലും നല്ല സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു പാരിതോഷികം, അതിനൊരു പിന്തുണ അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊമോഷൻ നൽകുന്നത്, അല്ലേ? അപ്പം ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്ത്, എൻ്റെ സിൻസിയർ ആയിട്ടുള്ള വർക്കിനൊന്നും എന്ത് ചെയ്തില്ല, തൻ്റെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ എന്ത് ചെയ്തു, അത് നിരാശ, ഫ്രസ്ട്രേഷൻ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയിലും എന്തൊക്കെ വലിയ രീതിയിൽ ഡിക്ലൈൻ, അല്ലേ, ആകെ കുറഞ്ഞു. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി റിലേഷൻഷിപ്പിനെ വരെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, തൻ്റെ ഇണയോടൊക്കെ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഫ്രസ്ട്രേഷൻ വലിയ രീതിയിൽ കൂടി. അങ്ങനെ അവസാനം സൈക്കോളജിക്കലായിട്ടുള്ള ബ്രേക്ക് ഡൗണിലേക്ക് വരെ എന്ത് ചെയ്തു, അത് എത്തി. അതാണ് രവിയുടെ സ്റ്റോറി. അപ്പോൾ രവി എന്ത് ചെയ്തു, ഒരു സീനിയർ മാനേജറായി പ്രൊമോഷൻ ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ പ്രൊമോഷൻ നടന്നില്ല. അതിൽ ഫ്രസ്ട്രേഷനായി, അതിലെന്ത് ചെയ്തു, ആകെ സൈക്കോളജിക്കലി തകർന്നു. അദ്ദേഹത്തിൻ്റെ വർക്കിനെ ബാധിച്ചു, അത് പ്രൊഡക്ടിവിറ്റിയെ കുറഞ്ഞു. പിന്നെ തൻ്റെ ഇണയോട് വരെ എന്ത് ചെയ്തു, അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് 3 സ്റ്റോറികൾ. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റോറി പറഞ്ഞു, അല്ലേ? 3 ആളുകളും, നീരവിൻ്റേതാണെങ്കിലും സെമിനിൻ്റെ ആണെങ്കിലും രവിൻ്റെ, 3 ആളുകളുടെ സ്ട്രെസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്ട്രെസ്സ് ഉണ്ട്. നീരവിൻ്റെ സ്ട്രെസ്സ് എന്നുള്ളത് എന്താണ്, അദ്ദേഹത്തിന് ജോബ് പ്രഷർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് സ്ട്രെസ്സ് ഉണ്ടാക്കിയതാണ്. ജോബ് അത്രയും പ്രഷറുള്ള ജോബായിരുന്നു. അപ്പം അതെന്ത് ചെയ്തു, അദ്ദേഹത്തിന് സ്ട്രെസ് ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനും കാര്യത്തിനൊക്കെ ബാധിച്ചു. പിന്നെ രണ്ടാമത് സെമിനിൻ്റെ എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് സെമിനയുടെ ഹെൽത്ത് വെൽബീങ്ങിന് എന്ത് ചെയ്തു, സെമിനയുടെ സ്ട്രെസ്സ് ബാധിച്ചു. അതായത് നമ്മളൊന്നും ഡോക്ടർമാരുടെ ഫിസിയോളജിക്കൽ റീസൺസ് ഒന്നും അല്ലെങ്കിൽ ഡിസോർഡർ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പം ഹെൽത്ത് വെൽബീങ്ങിനെ എന്ത് ചെയ്തു, സെമിനയുടെ സ്ട്രെസ് എന്ത് ചെയ്തു, എഫക്റ്റ് ചെയ്തു. പിന്നെ രവിയുടെ ഫ്രസ്ട്രേഷൻ, അല്ലേ, പ്രൊമോഷൻ ഇല്ലാതായപ്പം ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്തു, സൈക്കോളജിക്കലി എന്ത് ചെയ്തു, രവിയെ ഡിസ്ട്രെസ് ചെയ്തു, ആകെ തകർത്തു. അപ്പം ഇത് 3 എന്താണ്, സ്ട്രെസ്സാണ്. നമ്മുടെ നീരവിൻ്റെതും സെമിനിയുടേതും രവിയുടേതും എന്താണ്, വ്യത്യസ്ത രീതിയിലുള്ള സ്ട്രെസ്സാണ്. അപ്പം സ്ട്രെസ്സ് പല രീതിയിലുണ്ടാവും അർത്ഥം, അല്ലേ? അപ്പോൾ മോഡേൺ പീരീഡിൽ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന സ്ട്രെസ്സ് എന്നുള്ള വേർഡില്ല. ജോബിലാണെങ്കിലും മറ്റേ പല കാര്യത്തിലാണെങ്കിലും സ്ട്രെസ്സ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ സ്ട്രെസ്സ് എന്ന് നമ്മൾ പറയുന്ന ആളുകളാണ്. അപ്പോൾ സ്ട്രെസ്സ് എന്നുള്ളത് ശരിയായ രീതിയിൽ കൃത്യസമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ശരിയായ രീതിയിൽ മാനേജും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്
ഓരോ ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യും, ഡിട്രിമെൻ്റലായിട്ട് എഫക്റ്റ് ചെയ്യും. ഡിട്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഹാനികരം, വളരെ മോശമായ രീതിയിൽ, വളരെ ദോഷകരമായ രീതിയിൽ എന്ത് ചെയ്യും, അത് ആ സ്ട്രെസ്സുള്ള ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യും. ചിലപ്പം സൂയിസൈഡ് വരെ ചെയ്തേക്കാം സ്ട്രെസ്സ് കൂടിയിട്ട്. ഡിട്രിമെൻ്റൽ, DETRIMENTAL, ഡിട്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഹാനികരമായ, ഡിട്രിമെൻ്റൽ എഫക്ട്സ് ഓൺ ദി ഇൻഡിവിജ്വൽ എന്ന് പറയും. ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഓൺ ദി ഇൻഡിവിജ്വൽ. അപ്പം ഇൻഡിവിജ്വലിനെ വളരെ ഹാനികരമായ രീതിയിൽ, വളരെ ദോഷകരമായ രീതിയിൽ എന്ത് ചെയ്യും, സ്ട്രെസ്സ് ബാധിക്കും. എങ്ങനെയാണ് ബാധിക്കുക സ്ട്രെസ്സിനെ? ഓരോ ടൈം ടു ടൈം എന്ത് ചെയ്യണം, സ്ട്രെസ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം, അതേസമയം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യും, വളരെ ഡിട്രിമെൻ്റലായിട്ട്, വളരെ ഹാനികരമായ രീതിയിൽ, ദോഷകരമായ രീതിയിൽ എന്ത് ചെയ്യും, അത് ബാധിക്കുന്നതാണ്, എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്ട്രെസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വലിയ രീതിയിൽ എന്താവും, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വളരെ കൂടുതലായിട്ടുണ്ടാകുക. പേരൻസിനാവട്ടെ, സ്പൗസിനാവട്ടെ, ചിൽഡ്രൻസിനാവട്ടെ, ഫ്രണ്ട്സിനാവട്ടെ, കൊളീജസിനാവട്ടെ, ഇവർക്കൊക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൂടുതലായിട്ടുണ്ടാകുക. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് സൈക്കോളജിക്കലായിട്ടുണ്ടാകും, ഫിസിയോളജിക്കൽ വെൽബീങ്ങിനെ എന്ത് ചെയ്യും, ഓരോ പേഴ്സൻ്റെ സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ വെൽബീങ്ങിനെ എന്ത് ചെയ്യും, അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെയും പാരൻസിൻ്റെയും സ്പൗസിൻ്റെയും ഒക്കെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാഡായിട്ട് ബാധിക്കും. അതേസമയം തന്നെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ എന്ത് ചെയ്യും, അത് ഫിസിയോളജിക്കൽ വെൽബീങ്ങിനെയും അതെന്ത് ചെയ്യും, ബാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ളൂ, 3 സ്റ്റോറികൾ പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞു ഇത് 3 ആളുകളുടെ വ്യത്യസ്ത രീതിയിലുള്ള സ്ട്രെസ്സാണ്, സ്ട്രെസ്സ് പല രീതിയിലുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ സ്ട്രെസ് ശരിയായ രീതിയിൽ നമ്മൾ ഓരോ ടൈമിലും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും മാനേജും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓരോ ഇൻഡിവിജ്വലും എന്ത് ചെയ്യും, വളരെ മോശകരമായിട്ട് ഡിട്രിമെൻ്റലായിട്ട് എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ അതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് അത് നമ്മളെ റിലേഷൻഷിപ്പിനെ എന്തിനെയൊക്കെ ബാധിക്കും, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ വെൽബീങ്ങിനെ എന്ത് ചെയ്യും, അത് ബാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സ് എന്നുള്ളതാണ്. ഇത് മുമ്പത്തെ 2 ചോദ്യപേപ്പറിലും നമ്മൾ കിട്ടിയ 2 ചോദ്യപേപ്പറിലും ഈ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സ് ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സും ഇതിന് ശേഷം പറയാൻ പോകുന്ന നേച്ചർ ഓഫ് സ്ട്രെസ്സും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഴ്സ് ഓഫ് സ്ട്രെസ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ പറഞ്ഞു ഏത് വേർഡിൽ നിന്നാണ് സ്ട്രെസ്സ് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത്? ടു ഡ്രോ ഫൈറ്റ്, ടു DRAW, ടു ഡ്രോ ഫൈറ്റ്, ടു ഡ്രോ ടൈറ്റ്, TIGHT, ടു ഡ്രോ ടൈറ്റ്, DRAW, ടു ഡ്രോ ടൈറ്റ്, TIGHT. ഇപ്പോൾ ടു ഡ്രോ ടൈറ്റ് എന്ന മീനിങ് ഉള്ള ലാറ്റിൻ വേർഡായിട്ടുള്ള സ്ട്രിഞ്ചർ എന്താണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള സ്ട്രിഞ്ചർ, STRINGERE, സ്ട്രിഞ്ചർ എന്നുള്ള വേർഡിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ടു ഡ്രോ ഫൈറ്റ് എന്ന് മീനിങ് ഉള്ള ലാറ്റിൻ വേർഡായിട്ടുള്ള സ്ട്രിഞ്ചർ, STRINGERE, സ്ട്രിഞ്ചർ എന്ന വേർഡിൽ നിന്നാണ് സ്ട്രെസ് എന്നുള്ള ടേം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം സ്ട്രെസ് എന്നുള്ള വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്ട്രെസ് എന്നുള്ളത്. സ്കൂളുകളിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ്സിൻ്റെ ഒറിജിൻ എന്നുള്ളത് ഫിസിക്കൽ സയൻസിലാണ്. ഇതൊക്കെ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സിൽ പറയാനുള്ള കേട്ടോ. സ്ട്രെസ്സിൻ്റെ ഒറിജിൻ എന്നുള്ളത് ഫിസിക്കൽ സയൻസിൽ നിന്നാണ് സ്ട്രെസ്സിൻ്റെ ഒറിജിൻ ഉണ്ടാവുന്നത്. പിന്നെ 17ാം സെഞ്ച്വറി മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്സിനെ ഹാർഡ്ഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെയും ഇവരൊക്കെ ഹാർഡ്ഷിപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹാർഡ്ഷിപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ട്രെസ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 18ാം സെഞ്ച്വറിയിൽ
ഈ പ്രഷർ, അതുപോലെ തന്നെ സ്ട്രെയിൻസ്, ഫോഴ്സ് എന്നൊക്കെ ടേമിലായിരുന്നു എന്ത് സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് 18ാം സെഞ്ച്വറിയിൽ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നത് സ്ട്രെസ്സിന് ഉണ്ടാക്കുന്നുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലസ്. പിന്നെ ഒന്ന് പറയാനുള്ളത് കാനൺ എന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രെസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് ടു സ്റ്റഡിഡ് ദി ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷനിൽ സ്ട്രെസ്സിനെ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഒന്ന് വേറെ ആരോടും ചോദിച്ചിട്ട്, സൈക്കോളജി പഠിച്ച ആരോടും ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഓക്കെ, ഞാൻ മറന്നു പോയാലും നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റിയാക്ഷനിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രെസ്സിനെ കുറിച്ച് കാനൺ പഠിച്ചിട്ടുണ്ട്. ഇതിൽ അനിമൽസിനും അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഹ്യൂമൻസ്, മനുഷ്യന്മാർക്കും അനിമൽസിനും എന്തുണ്ട് സ്ട്രെസ് ഉണ്ടെന്ന് അത് പറയും. അനിമൽസിനും ആസ് വെൽ ആസ് ഹ്യൂമൻസ്, അതേസമയം മനുഷ്യന്മാർക്ക് എന്തുണ്ട് സ്ട്രെസ് ഉണ്ട്. ഇനി സ്ട്രെസ്സിൻ്റെ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്. ഹാൻസെലി ഹാൻസെലി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ, HANS ഹാൻസ് സെലി, SELYE ഹാൻസെലി. അദ്ദേഹം സ്ട്രെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ട്രെസ് എന്ന് പറയുന്നത് ആസ് എ റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു സെർട്ടൈൻ ഡിമാൻഡ്. ചില പ്രത്യേക ഡിമാൻഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോഡിയുടെ റെസ്പോൺസ് ആണ് എന്ത് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? സംഗതി ശരി തന്നെയല്ലേ ഈ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം മൾട്ടിനാഷണൽ കമ്പനിയിൽ രവി എന്ത് ചെയ്യുന്നു, മൾട്ടിനാഷണൽ കമ്പനിയിൽ രവി അല്ല, നമ്മളെ നീരവ് എന്ത് ചെയ്യുന്നു, അവർ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അവർ അത്രയും ഡിമാൻഡ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് എന്ത് റെസ്പോൺസ് ആയിട്ടാണ് എന്ത് ബോഡിയുടെ റെസ്പോൺസ് ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ നീരവിന് എന്ത് വരുന്നത് സ്ട്രെസ് വരുന്നത്, അല്ലേ? അപ്പം സെർട്ടൈൻ ഡിമാൻഡുകളുടെ വേണ്ടിയിട്ടുള്ള ബോഡിയുടെ റെസ്പോൺസ് ആണ് ഇത്. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ റെസ്പോൺസ് ഓഫ് ദി ബോഡി ടു സെർട്ടൈൻ ഡിമാൻഡ്, ചില ഡിമാൻഡുകളുടെ മേലുള്ള ബോഡിയുടെ റെസ്പോൺസ് ആണ് എന്നാണ് ഹാൻസലി പറയുന്നത്. പിന്നെ ഷെഫർ പറയുന്നത് എന്താ വെച്ചാൽ, അറോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ്സ് മെയ്ഡ് ഓൺ ദം. മൈൻഡിൻ്റെയും ബോഡിയുടെയും റെസ്പോൺസാണ് അറോസ്, അഥവാ മൈൻഡിൻ്റെയും ബോഡിയുടെ മേലെ ഒരുപാട് എന്തുണ്ട് ഡിമാൻഡുകൾ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതിനോടനുബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് സ്ട്രെസ് എന്നുള്ളത്. ഷെഫർ, SCHAFER, SCHAFER, ഷെഫർ എന്നുള്ള സ്കോളർ പറയുന്നത് എന്താ വെച്ചാൽ, അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അറോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ഇൻ റെസ്പോൺസ് ടു ഡിമാൻഡ്സ് മെയ്ഡ് ഓൺ ദം. മൈൻഡിൻ്റെയും ബോഡിയുടെയും മേലിൽ ഒരുപാട് റെസ്പോൺസുകൾ വെക്കുന്നു. ആ റെസ്പോൺസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഡിമാൻഡിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നാണ് ഇത് സ്ട്രെസ് എന്നുള്ളത്. അപ്പം സ്ട്രെസ് എന്നുള്ളത് മൈൻഡിൻ്റെയും ബോഡി ആസ് വെൽ ആസ് മൈൻഡിൻ്റെയും ബോഡിയുടെയും റെസ്പോൺസാണ് ഇത് സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിലൂടെ നമുക്ക്, ഷെഫറിൻ്റെ ഡെഫിനേഷനിലൂടെ നമുക്ക് മനസ്സിലായി എന്താണ് മൈൻഡിൻ്റെയും ബോഡിയുടെയും റെസ്പോൺസാണ് എന്ത് സ്ട്രെസ് എന്നുള്ളത്. പിന്നെ സ്ട്രെസ് എന്നുള്ളത് എപ്പോഴും നെഗറ്റീവ് മാത്രം. സ്ട്രെസ് ഈസ് നോട്ട് ഓൾവേസ് നെഗറ്റീവ് ആൻഡ് മേ ഹാവ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ്. സ്ട്രെസ്സിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം സ്ട്രെസ്സിനെ കാണാൻ പാടില്ല. സ്ട്രെസ്സിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം പഠിക്കുന്ന കുട്ടി എന്താണ്, ഇപ്പം സ്വന്തം പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് വേണം, ആ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്, അല്ലേ? അപ്പം സ്ട്രെസ്സിന് അതിൻ്റേതായ നെഗറ്റീവായിട്ട് മാത്രം സ്ട്രെസ്സിനെ കാണാൻ പാടില്ല. സ്ട്രെസ്സിന് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട് പോസിറ്റീവ് അഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ നമ്മുടെ ട്രക്സില്ലോ ഡിഫൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ട്രക്സില്ലോയുടെ സ്പെല്ലിംഗ് TRUXILLO, ട്രക്സില്ലോ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദി ബോഡീസ് റിയാക്ഷൻ ടു എ ചേഞ്ച് ദാറ്റ് requires a physical, mental or emotional adjustment or response. ഇമോഷണലായിട്ടോ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു ചേഞ്ചിനെ ആവശ്യപ്പെടുന്ന സമയത്ത് ബോഡിക്കുണ്ടാവുന്ന റിയാക്ഷൻ.
ഒന്നെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് ആവാം ബോഡി ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആവാം. അപ്പം ആ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെ റിക്വയർ ചെയ്യുന്ന സമയത്ത് ബോഡി ആവശ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു റിയാക്ഷൻ, അതിനോടനുബന്ധമായിട്ടുള്ള ബോഡിക്ക് ഉണ്ടാകുന്ന റിയാക്ഷനാണിത് സ്ട്രെസ്സ് എന്നുള്ളത് ട്രക്സിലോ പറയുന്നത്. ഇപ്പം എന്താണ്, ഇപ്പം നമ്മുടെ മെൻ്റലി ഇമോഷണൽ അല്ലേ, നമ്മുടെ രവി എന്ത് ചെയ്യണം, ഇമോഷണലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ രവിക്ക് കഴിയുന്നില്ല. തന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു, പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം രവിക്ക് എന്ത് സ്ട്രെസ്സ് വളരെ കൂടുതലായി. അതുപോലെ സെമിയുടെയും അതുപോലെ തന്നെ ഒരവസ്ഥയാണ് അല്ലേ. ഇപ്പോൾ ഇമോഷണലി ആയിട്ടോ മെൻ്റലി ആയിട്ടോ ഫിസിക്കലായിട്ടോ ചേഞ്ച് ആവശ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ബോഡിയുടെ റിയാക്ഷനെയാണെന്ത് സ്ട്രെസ്സ് എന്ന് പറയുന്നത് എന്ന് ട്രക്സിലോ പറയുന്നു. പിന്നീട് ഇതിൽ പറയുന്നത് പിന്നെ സ്ട്രെസ്സർ എന്നുള്ള ടൈമിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതേ നമ്മൾ സ്ട്രെസ്സ് എന്നുള്ള ഒരിതിനെ കുറിച്ചാണ്. ഇനി സ്ട്രെസ്സർ എന്നുള്ള ടേം സ്ട്രെസ്സർ STRESSOR സ്ട്രെസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവൻറ്റ് അല്ലെങ്കിൽ പേഴ്സൺ എനിത്തിങ് ദാറ്റ് ലീഡ്സ് ടു ദി സ്ട്രെസ് റെസ്പോൺസിലേക്ക് നയിക്കുന്ന ഏതൊരു എനിത്തിങ് അതിനെയാണിത് പറയുന്നത് സ്ട്രെസ്സർ എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം അർത്ഥം ഒന്നെങ്കിൽ സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം. എനിത്തിങ് ദാറ്റ് ലീഡ്സ് ടു ദി സ്ട്രെസ് റെസ്പോൺസ്, സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഏതൊരു കാര്യവും, പേഴ്സൺ ആവട്ടെ, ഇവൻ്റ് ആവട്ടെ, സിറ്റുവേഷൻ ആവട്ടെ, ഏതൊരു കാര്യവും അതിനെയാണ് സ്ട്രെസ്സർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവൻ്റ് ആവാം, നമ്മളെ സെമിയുടെ ഉദാഹരണം